ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് നിഷ്മൽ. നിലവിൽ സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യാണ്. ഡീകോഡിംഗ് ടു റിയാലിറ്റി എന്നുള്ള ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ഒരു വീട്ടിൽ രാജു എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയുണ്ട്. +2 പഠിക്കുകയാണ്. അവൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ഇവർ 5 പേരാണ് ജീവിക്കുന്നത്. അച്ഛൻ വീട്ടിൽ വന്നാൽ ജസ്റ്റ് ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ആക്കും, അല്ല TV ഓപ്പൺ ആക്കിയിട്ട് വാർത്തയും കാര്യങ്ങളൊക്കെ കാണും. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതേ സമയത്ത് അമ്മ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതോടൊപ്പം തന്നെ പുതിയ ഫുഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാചക വീഡിയോസൊക്കെയാണ് യൂട്യൂബിൽ കാണാറുള്ളത്. എന്നിട്ട് അതൊക്കെ ഓരോന്നും ട്രൈ ചെയ്യും, പുതിയ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതേ സമയത്ത് ഈ രാജുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും മൊബൈൽ ഫോണിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനാണ് അവന് താല്പര്യമുള്ളത്. അവൻ PUBG അല്ലെങ്കിൽ PES തുടങ്ങി ഏതെങ്കിലുമൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കും. ഇതേ സമയത്ത് അവൻ്റെ അനിയത്തി അവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരൊപ്പം ടൂറ് പോകുന്നത്, ഫോട്ടോസ് ഷെയർ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ആ ഒരു മേഖലയിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സർക്കിളും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് അനിയത്തി. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു രാജുവിൻ്റെ എക്സാമ്പിൾ അല്ല, മറിച്ച് കേരളത്തിലുള്ള നിലവിലെ ഭൂരിഭാഗം വീടുകളിലും ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ വീടിൻ്റെ ഉള്ളിലുള്ള ആളുകൾ പോലും പരസ്പരം കണക്ഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡീകോഡിംഗ് ടു റിയാലിറ്റി എന്നുള്ള ഒരു പേരിൽ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, ആസ് എ ഡെവലപ്പർ, നിലവിൽ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള അഥവാ സോഷ്യൽ മീഡിയ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, ആ സോഷ്യൽ മീഡിയ എത്രത്തോളം നമ്മളെ ഭരിക്കുന്നുണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം നിലവിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ കഴിയും. അഥവാ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സോഷ്യൽ മീഡിയ, അഥവാ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ടെലഗ്രാം, യൂട്യൂബ് തുടങ്ങി ട്വിറ്റർ എന്നിങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെക്കാൾ ഒരുപാട് ബുദ്ധി കൂടുതലുള്ള ആളുകളാണ്. 100 മടങ്ങ് അല്ലെങ്കിൽ 1000 മടങ്ങ് കഴിവുള്ള ആളുകളാണ് ഇത്തരം സോഷ്യൽ മീഡിയ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ആളുകളുടെ സൈക്കോളജിപരമായിട്ടുള്ളതും ലോജിക്കലും മെൻ്റലും ഒക്കെ പരമായിട്ട് ഒരുപാട് കാര്യങ്ങളും ഗവേഷണങ്ങളും നടത്തി, റിസർച്ച് നടത്തി, അതിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ഒരാളെ അവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കുകയും അതിൽ എൻഗേജ്ഡ് ആക്കുകയും ചെയ്യുന്ന രീതിക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ലൈക്ക് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതിനാണ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ യുഗം പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ AI ടെക്നോളജി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നിലവിൽ മൊബൈൽ ഫോണൊക്കെ അവസാനിച്ച് ജസ്റ്റ് ഗ്ലാസും കാര്യങ്ങളും അഥവാ കണ്ണടയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോൺ പോലും കയ്യിൽ പിടിക്കുന്ന ആ ഒരു എഫേർട്ട് പോലും ഇല്ലാതായിക്കൊണ്ട് ഫുൾ കണ്ണടകളിൽ നമുക്ക് വിവരങ്ങളൊക്കെ അറിയാനും, പിന്നെ പൊതുസമൂഹത്തിൽ നടക്കുമ്പോൾ ചുറ്റുപാടുള്ള കാര്യങ്ങളായിട്ട് XR, AR, VR എന്നുള്ള റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ നമ്മൾ ഇത്രത്തോളം അഥവാ പ്രധാനമായിട്ടും കേരളത്തിൽ ഡിജിറ്റൽ സാക്ഷരത വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പല റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രധാനമായിട്ട് 2020 ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ടായിരുന്നു, അഥവാ സോഷ്യൽ ഡിലേമ എന്നുള്ള പേരിൽ. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഫേസ്ബുക്കിൻ്റെ ലൈക്ക് ബട്ടൺ കണ്ടുപിടിച്ച ആൾ, അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിൻ്റെ എൻഡ്ലെസ് സ്ക്രോളിംഗ് എന്നുള്ള സംവിധാനം, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അല്ലെങ്കിലും എൻഡ്ലെസ് സ്ക്രോളിംഗ് എന്നുള്ള ഒരു
തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ള ആൾ എന്നിങ്ങനെ തുടങ്ങി പല ആളുകളും അതിൽ പങ്കെടുത്തിട്ടുള്ള പല ആളുകളും ടെക്നോളജിയിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ടുള്ളതാണ്. അഥവാ ടെക്നോളജി ആഴത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് ഇത്തരം വലിയ വലിയ കമ്പനികൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ടെക്നോളജികളെ മാറ്റിമറിക്കുമ്പോൾ അത് മനുഷ്യർക്ക് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് പടിയിറങ്ങിയിട്ടുള്ള ആളുകളാണ് ആ ഒരു വീഡിയോയിൽ പങ്കെടുത്തിട്ടുള്ളത്. അവർ 2020 തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. AI ഒക്കെ കൂടുതൽ ഡെവലപ്പ് ആവുന്നതിന് തൊട്ട് മുമ്പ്, ഡെവലപ്പ് മീൻസ് 1948 കണ്ടുപിടിച്ചത് മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിലാണ് എന്തായിട്ടുള്ളത് AI ഒക്കെ അത്രയധികം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ഈ വലിയ വലിയ കമ്പനികൾക്ക് 3 കാരണങ്ങളാണ് അവർക്ക് അത്യാവശ്യമായിട്ടുള്ളത്. 3 കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന് വേണ്ടത്. ഒന്ന്, നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കണം. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ സ്ഥിരമായിട്ട് നിരന്തരം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാരണം എന്നുള്ളത് നമ്മളിലൂടെ അവരുടെ സോഷ്യൽ മീഡിയ മറ്റുള്ളവരിലേക്കും എത്തണം, ഷെയർ ചെയ്യപ്പെടണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ അത് ഫ്രണ്ട്സിലേക്ക് എത്തി ആ ഒരു രീതിയിൽ ഫുൾ ആക്റ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ കൂട്ടം അവർക്ക് ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവർക്ക് അതിൽ നിന്ന് പൈസ സമ്പാദിക്കണം. അവർക്ക് മെയിനായിട്ട് അവരുടെ ഗ്രോത്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ആ സമയത്ത് ബാക്കിയുള്ളവർ വളരെയധികം തരം താഴ്ന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതോടൊപ്പം ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി വന്നത്, അഥവാ സോഷ്യൽ മീഡിയ എന്തിനാണെന്ന് മനസ്സിലാക്കി. ഇനി ഇത് എത്രത്തോളം നമ്മളെ അഡിക്റ്റീവിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ബ്രെയിനിൽ റിവാർഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോപ്പമൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഡോപ്പമൈൻ സന്തോഷത്തിന് വേണ്ടിയിട്ട് അഥവാ പ്ലഷറിന് വേണ്ടിയിട്ട് ഓരോ ടൈമും സെക്കൻഡുകളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സിസ്റ്റത്തെ മനസ്സിലാക്കിയിട്ട് പല അൽഗോരിതംസ് എന്നൊക്കെ പറയുമ്പോൾ ടെക്നിക്കലി കൂടുതൽ കടന്നു ചെല്ലുന്നില്ല. അഥവാ പകരം ജസ്റ്റ് കോഡിങ് അല്ലേ വർക്ക് ചെയ്യുമ്പോൾ കോഡിങ് പരമായിട്ടാണ് എല്ലാ സാധനങ്ങളും ഡിജിറ്റൽ യുഗത്തിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലൈക്ക് ബട്ടൺ അഥവാ ഓരോ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ടും അതിൻ്റെ അനലിറ്റിക്സും നമ്മൾ ചെക്ക് ചെയ്യും. അതൊക്കെ ഡോപ്പമൈനെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയയുടെ മുകളിലും സോഷ്യൽ മീഡിയ നമുക്ക് താഴെയായിട്ട് മാറുന്നത്. അത് ഈ ഒരു ലൈക്ക് ബട്ടണിൽ മാത്രമല്ല, ഇപ്പം പുൾ ടു റിഫ്രഷ് എന്നുള്ള ഒരു സംവിധാനം, അഥവാ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് കാണുന്ന സമയത്ത് ജസ്റ്റ് സ്ക്രോള് ചെയ്ത് കുറച്ച് മടക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്യും. ആ റിഫ്രഷ് ചെയ്യുമ്പം അവൻ്റെ അപ്പുറത്ത് ഏതൊക്കെ ഷോർട്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഓരോ ഷോർട്സും നിങ്ങളിലേക്ക് എത്തുന്നത് വളരെ വളരെ വിദഗ്ധമായിട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഥവാ ഒരു 2 ഷോർട്സ് അല്ല 3 ഷോർട്സ് നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കണ്ടാൽ ബാക്കി ഒരു 4-5 ഷോർട്സും കാര്യങ്ങളും അല്ലെങ്കിൽ റീൽസും കാര്യങ്ങളൊക്കെ ലോഡായി വന്നിട്ടുണ്ടാവും. അതിനുശേഷമുള്ള വീഡിയോസ് നിങ്ങൾ ഏത് ഷോർട്സ് ആണോ എത്ര സെക്കൻഡാണ് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നത്. ഷോർട്സ് മാത്രമല്ല, റീൽസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും. അതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ ഈവൻ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പോലും ബാക്കിയുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും കണക്റ്റഡ് ആണ്. ഈ കണക്റ്റഡിൽ നിന്ന് ഒഴിവാവാൻ നിലവിൽ ഒരുപാട് മാർഗങ്ങൾ ഇവരെന്നെ ചോയ്സും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ ഈ ഒരു ഷോർട്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇൻകോഗ്നിറ്റോ ടാബിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് റീൽസും കാര്യങ്ങളൊക്കെ കാണാം, അല്ലെങ്കിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിന് ഒരു പരിമിതികളുണ്ട്. പരിമിതികൾ മീൻസ് അവർ ആ ഒരു രീതിയിൽ ഒരു ഫീച്ചർ തന്നിട്ടുള്ളതാണ്. അഥവാ അഡിക്റ്റീവ് ആവാതെ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അഥവാ നല്ലതിനല്ലാതെ യൂസ് ചെയ്യുന്നതിന് പകരം അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും യൂസ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പം പ്രധാനമായിട്ടും ഇപ്പോൾ പുൾ ടു റിഫ്രഷിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിലെന്നല്ല, നമ്മളിപ്പോൾ കേരളത്തിനെ പറ്റി പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭൂരിഭാഗം വീടുകളിലും നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ ഇന്നലെ വന്ന ഏതെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ബാക്കിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യും.
അതോടൊപ്പം ഉണ്ടെങ്കിൽ അത് റിപ്ലൈ കൊടുക്കും. അതോടൊപ്പം എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. അത് അവർക്കറിയാം. എന്തായാലും നമ്മൾ മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ ദിനംപ്രതി ഓപ്പൺ ആക്കുന്ന ഒരു ആപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കും, അല്ലെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ആക്കും. ആ സമയത്ത് ബാക്കിയുള്ളതും എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളാണ് സോഷ്യൽ മീഡിയ ദിനംപ്രതി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത്. ആ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷം എന്നുള്ളത് മനുഷ്യന്മാർ മടിയന്മാരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം, ഇനി അതേപോലെ വാട്സപ്പിൽ വാട്സപ്പിൽ മാത്രമല്ല ഏകദേശം ഭൂരിഭാഗം പ്ലാറ്റ്ഫോമിലുള്ള വൺസ് വ്യൂ എന്നുള്ള കണ്ടീഷൻ, അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിന്മേലാണ് നമ്മളത് ഓപ്പൺ ആക്കുന്നത്. അതൊക്കെ ഈ ഡോപ്പമൈനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനങ്ങളാണ്. ഇത്തരം എന്ത് കാര്യങ്ങളും ഡിസ്ലൈക്കിൻ്റെ കൗണ്ട് ഓഫാക്കി ഇട്ടിട്ടുള്ളത് യൂട്യൂബിൽ, അഥവാ ഡിസ്ലൈക്ക് ആദ്യം ഇറങ്ങിയ സമയത്ത് ഡിസ്ലൈക്കിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു, അതും ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ, ഇപ്പം നമ്മൾ യൂട്യൂബിലൊരു ഷോർട്സ് സെർച്ച് ചെയ്ത് ഒരു 3-4 വന്ന് പിന്നെ യൂട്യൂബ് നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു സ്റ്റേ ഓൺ ടോപ്പിക്, ഈ ടോപ്പിക്കിൽ നിൽക്കണോ അല്ലെങ്കിൽ വേറെ ബാക്കിയുള്ള ഷോർട്സ് കാണിക്കണോ വേണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ടായിരുന്നു. ഭൂരിഭാഗം ആളുകളുടെയും റിപ്ലൈ വേറെ ടോപ്പിക് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറിയപ്പം ആ ഒരു ഫീച്ചർ അവർ ഒഴിവാക്കി പകരം ഒരു 4-5 ഷോർട്സുകൾ മാത്രം നമ്മൾ സെർച്ച് ചെയ്ത ടോപ്പിക്കിൽ കാണിക്കും. ദെൻ നമ്മൾ പഴയ ഫീഡ്സിലുള്ള ഷോർട്സിലേക്ക് തന്നെ വരും. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും, ചില കാര്യങ്ങളൊക്കെ ഈ ഫീഡ്ബാക്ക് മുഖേന, ഇപ്പം എൻ്റെ കാര്യത്തിൽ ChatGPT നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 2 ആൻസർ തന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രിഫർഡ് ആയിട്ടുള്ളതെന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക. അപ്പം ആ രീതിയിൽ ടെക്നോളജി നമ്മളെ ദിനംപ്രതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ, ഒരു കൊല്ലം എന്നുള്ള അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഒരു സ്നേഹ എന്നുള്ളൊരു വിദ്യാർത്ഥി, അവളുടെ വെക്കേഷൻ കാലത്ത് വയനാട്ടിലേക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് അടുത്തുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ, വയനാട്ടിൽ നല്ല കാണാൻ പറ്റിയ പ്ലേസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു. അതിനുശേഷം യൂട്യൂബ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ടോപ്പ് 10 പ്ലേസസ് ഇൻ വയനാട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുന്ന സമയത്ത് കുറേ റിസോർട്ടിൻ്റെ ഫോട്ടോസ്, ആ രീതിയിലുള്ള ആഡും കാര്യങ്ങളൊക്കെ വരികയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഓഫാക്കാനും ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള സെറ്റിങ്സ് നമ്മുടെ കയ്യിൽ ഇവർ നൽകുന്നുണ്ട്. ജസ്റ്റ് ചോയ്സ് ആയിട്ട് ഇവർ നൽകുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗവും നമ്മൾ മൊബൈൽ ഫോൺ ഒരു ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിക്കഴിഞ്ഞാൽ അവർ സെറ്റപ്പ് ആക്കി തരുമ്പം തന്നെ ഈ സെറ്റിങ്സ് ഒക്കെ ഓൺ ആയിരിക്കും. അഥവാ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നുള്ള സെറ്റിങ്സ് ഉണ്ട്. ആ ഗൂഗിളിൻ്റെ സെറ്റിങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാൻ കഴിയും. അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺ ആക്കിയിട്ടാൽ പോലും ഏതൊക്കെ തരത്തിലുള്ള ആഡ്സ് നമ്മളിലേക്ക് കാണിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇനി ഒരു ആഡ് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ ആഡ് കാണിച്ചു കഴിഞ്ഞാൽ ആ ബ്രാൻഡിനെ ബ്ലോക്ക് ചെയ്യാൻ വരെ നിലവിലെ സംവിധാനങ്ങളുണ്ട്. അപ്പം ഇതൊന്നും നമ്മൾ അറിയാതെ ജസ്റ്റ് ഫുള്ളി നമ്മൾ ഇതിനേക്ക് അടിമപ്പെട്ടു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഏതൊരു മേഖലയിലും, ഇപ്പം സ്ക്രീൻ ടൈമിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വളരെയധികം ഷോർട്സിൻ്റെ കാര്യത്തിൽ, ഇപ്പം റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി ഓരോ കാര്യങ്ങളിലേക്കുള്ള ഫോക്കസും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നുണ്ട്. ബ്രെയിൻ റോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സാധനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ നിലവിൽ കണ്ടിട്ട് അറിഞ്ഞിട്ടും ഉണ്ടാവും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഥവാ ഫോക്കസ് നഷ്ടപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ മിനിറ്റുകൾ 20 മിനിറ്റ് 35 മിനിറ്റ് വരെ എന്നുള്ള ചില റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കുറഞ്ഞ് വന്ന് ഈ ഡിജിറ്റൽ കാലഘട്ടം കൂടുന്നതനുസരിച്ചിട്ട് ആളുകളുടെ ഫോക്കസ് ടൈം 6 സെക്കൻഡ് വരെ കുറഞ്ഞിട്ടുണ്ട്. അഥവാ 6 സെക്കൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ, ഇപ്പം ഞാൻ പറയുന്ന കാര്യത്തിൽ പോലും ഒരാൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയണമെന്നില്ല. അത് അവരുടെ കുറ്റമല്ല, പകരം ഇത്തരം കാര്യങ്ങളുടെ അതിപ്രസരണം അഥവാ അതിക്രമിച്ച് കയറ്റാണ് കാരണം എന്നുള്ള മനസ്സിലാക്കാം. പിന്നെ അതേപോലെ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാം സെക്യൂറാണ്, എല്ലാം നമുക്ക് സപ്പോർട്ടാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ കാരണങ്ങൾ, ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കൃത്യമായിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് സംസാരിക്കാം. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥ. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറച്ച് അകന്നിട്ടുള്ള ആളുകൾ, ഫാമിലി തന്നെയുള്ള ആളുകൾ, അവർ പല സ്ഥലത്തും പോവുകയാണ്, അല്ലെങ്കിൽ അവർ പല
സ്ഥലങ്ങളിൽ പല കഫേകളിൽ പോവുകയാണ്, ബീച്ച് സൈഡിൽ പോവുകയാണ്, ഇങ്ങനെ പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോസ് കാണുന്നുണ്ട്, നല്ല അടിപൊളി ഫുഡ് കഴിക്കുന്ന ഫോട്ടോസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ റീല് കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ വീട്ടിൽ റൂമിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം എന്തെങ്കിലും സാധാരണ നോർമലായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും. ഈ സമയത്ത് നോർമലി നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യും, ഈ ഒരു കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെയൊന്നും ആവാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അവരെ പോലെ ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരു തവണ പോലെ ആഗ്രഹിച്ചു പോകുന്നതിൻ്റെ കാരണം സോഷ്യൽ മീഡിയ അത്രത്തോളം നമ്മളിലേക്ക് അഡിക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിൽ നമ്മളാണെങ്കിൽ പോലും ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. അഥവാ നമ്മളെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ചിട്ട് ആ കണ്ണാടിയിൽ നമ്മൾ കാണുന്ന ആളുണ്ടല്ലോ, അഥവാ ഞാൻ എന്നെ കാണുന്നത്, അപ്പോൾ ആ രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയനെ കാണുന്നില്ല നിലവിൽ. അഥവാ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് എൻഹാൻസ് ഒക്കെ ചെയ്ത്, അഥവാ കുറച്ചും കൂടി ഭംഗിയും കാര്യങ്ങളൊക്കെ കൂട്ടി കുറച്ച് എഡിറ്റിങ്സും ഫിൽറ്ററും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു സോങ്ങോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഫോട്ടോ ഡയറക്റ്റ് എടുത്ത് അതേ രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല? അവിടെയുള്ള മനസ്സിലാക്കേണ്ടത് എല്ലാവരും ചെയ്യുന്നത് അവരുടെ വളരെ സക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഒരു കണക്കിന് നല്ലതാണെങ്കിൽ അത് കാഴ്ചക്കാരായ നമ്മളടക്കം ഉൾപ്പെടുന്ന പല ആളുകളിലേക്കും വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട്. സത്യാവസ്ഥ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ചില വീഡിയോസ് ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്തിട്ട് കാണാൻ കഴിയും. അഥവാ ഒരു രാവിലെ എണീക്കുന്ന ജസ്റ്റ് നല്ല ഫോട്ടോസ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസിൽ പോയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയക്കുന്നു. ഇനി ഓഫീസിൽ പോകുമ്പോൾ വളരെ ചടച്ചിട്ടുള്ള ഓഫീസാണെങ്കിൽ പോലും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മേശിൻ്റെ കാര്യങ്ങളൊക്കെ ടേബിളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റിയാലിറ്റിയും നമ്മൾ സോഷ്യൽ മീഡിയയും തമ്മിൽ വളരെയധികം വളരെയധികം ദൂരത്താണുള്ളത്. പിന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് നിഗൂഢമായ വശങ്ങളുണ്ട്. നിഗൂഢമായതെന്ന് പറയാൻ കാരണം, നിങ്ങളൊരു ഫോട്ടോസ് വെച്ചിട്ട് നിലവിൽ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആസ് എ ഡെവലപ്പർ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു സോഷ്യൽ മീഡിയയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിലേക്കും വളരെ ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് എൻ്റെ കേസിൽ ഞാൻ ഒരുപാട് ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയയിൽ നിക് നെയിമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിലല്ലാത്ത രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടാൽ പോലും ഒരാൾ നിങ്ങളിൽ അറിയുന്ന ആളാവാം, അറിയാത്ത ആളാവാം, നിങ്ങളൊപ്പമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ജസ്റ്റ് ആ ഫോട്ടോ ഒരു ഗ്രൂപ്പിലേക്ക്, ഇപ്പം ടെലഗ്രാമിൻ്റെ കേസിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, മലയാളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. അഥവാ ഒരു ഫോട്ടോനല്ലെങ്കിലും ഒരു 5-8 ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 റുപ്യ, ഒരു ഫോട്ടോന് 5 റുപ്യ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു മാസം 10,000-ങ്ങളും ലക്ഷങ്ങളും ഉണ്ടാക്കുന്ന മലയാളികൾ കേരളത്തിലുണ്ട്. വളരെ വൃത്തിയായിട്ട പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഫോട്ടോ കിട്ടുന്നത് നല്ലവരായ ഒന്നും അറിയാത്ത പാവങ്ങളായ നമ്മൾ അഥവാ അയച്ചു കൊടുക്കുമ്പോഴാണ് ഇവർക്ക് ഇത്തരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതും അതൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നത്. അഥവാ ഈ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പബ്ലിക്കലി പെട്ടെന്ന് കിട്ടൂല ഒന്ന്. പിന്നെ ഇതൊക്കെ ആരൊക്കെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് പോലും തിരിച്ചറിയാൻ വളരെ പ്രയാസമായിരിക്കും. രണ്ടാമത്തെ കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയൻ്റെ ഉള്ളിൽ ഡീപ്പിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ഡീപ്പിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയൊക്കെ നമ്മളുടെ മുഖം, നമ്മളുടെ ഫേസ് മറച്ചു വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം ഡീപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ എല്ലാവിധ ഫീച്ചേഴ്സും ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്ത് ടെലഗ്രാമിൽ ഒരാൾ അവരുടെ അക്കൗണ്ടും ഫോൺ നമ്പറൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് സൈബർ സെല്ലിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്താൽ പോലും അതിനൊരു പരിഹാരം കിട്ടൂല, സൊല്യൂഷൻ കിട്ടൂല. പ്രധാന കാരണം അതിൻ്റെതായ നിയമപരിപാടികളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ പോരാത്തതിന് അത് ഒരുപാട് കാലങ്ങളെടുക്കുന്ന കാര്യമാണ്, പ്രോസസ്സാണ്. ഈവൻ ലാസ്റ്റ് ഡിജിറ്റലായിട്ട് വരുന്ന എല്ലാ ലോഗ്സും കാര്യങ്ങളൊക്കെ ഒരാൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളെ പഠിക്കുക എന്നുള്ളത് കുറച്ചധികം ടാസ്ക്കാണ്, വളരെയധികം ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ആസ് എ ഡെവലപ്പർ എനിക്ക് അറിയാം, അഥവാ നിലവിൽ പഠിക്കാൻ പറ്റും.
പഠിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും പറ്റും. പക്ഷേ അതൊരു 2% മാത്രമായിരിക്കും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിൽ. ഇപ്പം ജെമിനിൻ്റെ ട്രെൻഡ്, ഫോട്ടോ ഉണ്ടാക്കുന്ന ട്രെൻഡ് വളരെയധികം വൈറലാകുന്ന സമയത്ത് ഒരു ഇന്ത്യയിലെ ഒരു ഹിന്ദിക്കാരിയാണെന്ന് തോന്നുന്നുണ്ട്, ഒരു ചെറിയൊരു പെൺകുട്ടി ഗേള് കരയുന്ന വീഡിയോസ് ഫുള്ളി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അഥവാ ജസ്റ്റ് ഒരു ഫോട്ടോ ട്രെൻഡിന് വേണ്ടിയിട്ട് ഫോട്ടോ ക്രിയേറ്റ് ചെയ്തു, ആ ഫോട്ടോ വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇറക്കി. അവിടെ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഫോട്ടോ നമ്മളവിടെ ജസ്റ്റ് നല്ല രീതിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആ ഫോട്ടോസ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ. കുറച്ചൊന്ന് ആലോചിച്ച് വെക്കുക, ഒന്ന് ഇരുന്ന് ആലോചിക്കുക. പറയാനുള്ള കാരണം ഇതൊന്നും പബ്ലിക്കലി അല്ലെങ്കിൽ നോർമലി കൂടുതൽ ആരും പറയാത്ത കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു മല്ലു ഹണ്ടർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി പാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും കേരളത്തിൽ ഗേൾസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഗേൾസ് തന്നെ മുസ്ലിം ഗേൾസിനെയാണ്. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്, അതൊക്കെ വേറെ ടോപ്പിക്കാണ്. അപ്പോൾ അതിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങി എല്ലാ മേഖലയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഫോട്ടോസ്, പബ്ലിക്കലി ഉള്ള ഫോട്ടോസ്. ഇനി ഒരു ചോദ്യമാണ്, പ്രൈവറ്റായിട്ട് അക്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറയാറുണ്ടായിരുന്നത് പ്രൈവറ്റാണ് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിക്കായിരുന്നു. എന്നാൽ ഇപ്പം നിലവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രൈവറ്റ് പോലും ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് വളരെയധികം ഡേഞ്ചറാണ്. കാരണം എനിക്കിപ്പോൾ ഒരാളെ പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്തിക്കൽ ഹാക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ലാതെ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരുടെ ജസ്റ്റ് നമ്മളൊരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ സജഷൻസ് ആയിട്ട് വരുന്ന ആളുകൾ മൊത്തം മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരിക്കും. അഥവാ അവരുടെ പ്രൈവറ്റായിട്ട് അവരെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സ് ലിസ്റ്റിലുള്ള ആളുകളായിരിക്കും. അതിനെ നമ്മൾ ആദ്യം ഭൂരിഭാഗം ഒരു 10-25 ആൾക്കാരെ നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്യുന്നു. ദെൻ നമ്മൾ ആരാണോ ആക്സസ് ചെയ്യേണ്ടത് അവരിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ എന്തുണ്ട്, മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിട്ട് 10-25 ആൾക്കാർ ബാക്കിലുണ്ട്. അവരുടെ വിശ്വസ്തതയിൽ ഈ ഒരു ഫോളോ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. നോർമലി പരീക്ഷിച്ച് അഥവാ സക്സസ് ആവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കലി പറയുമ്പോൾ അറിയാത്ത ആൾക്കാർക്കും കൂടി എനിക്ക് ചിലപ്പം കമൻറ്റ് ഉണ്ടാവും, അറിയാത്ത ആൾക്കാർക്കും കൂടി ഇതൊക്കെ അറിയിച്ചു കൊടുക്കുകയാണോ എന്നുള്ളത്. ഒരു കാര്യം പറയാനുള്ളത്, ഡീപ്പായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഇതും ഇതിനപ്പുറവും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പം കുറച്ചും കൂടി ഡീപ്പായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഏജൊന്നും ഇതിനൊരു മാറ്റർ അല്ല. നിലവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് 1-2 മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്തയിൽ 19 വയസ്സുകാരനാണ് 34 ഇൻസ്റ്റഗ്രാം ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ 13-14 വയസ്സുകാരൻ VPN യൂസ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ ടെക്നോളജി അറിയുന്നതും ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നതൊക്കെ നല്ലതാണ്. അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. എന്നിങ്ങനെ തുടങ്ങി ഇപ്പോൾ അതേപോലെ ഇപ്പം ഗേൾസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതേപോലെ ബോയ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബോയ്സിൻ്റെ കേസിലേക്ക് വന്നതിൽ നമ്മൾ പറഞ്ഞ പോലെ ഗേൾസിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യപ്പെടുന്ന പല വൃത്തികെട്ട പേരുകളിലും ഷെയർ ചെയ്യപ്പെടുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഫോട്ടോസ്, ബോയ്സിൻ്റെ പല ഫോട്ടോസുകളും ഗേൾസിൻ്റെ ഇടയിൽ ഷെയർ ചെയ്തിട്ട് അതിന് കമൻറ്റും ലൈക്കും പറയുന്ന ടീമുകൾ. അവിടെയും പൈസ ഉണ്ടാക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ നിങ്ങളെ ഫോട്ടോസ് വെച്ചിട്ട്. അത് കുറവായിരിക്കും, ഗേൾസിനെ അപേക്ഷിച്ച് എന്തായാലും ബോയ്സിൻ്റെ കാര്യങ്ങൾ കുറവാണ്. എന്നാൽ പുതിയൊരു ട്രെൻഡിൽ അഥവാ ഇപ്പം ഫ്രണ്ട്സ് ആപ്പ് അല്ലെങ്കിൽ കുറേ ഡേറ്റിംഗ് ആപ്സ് രൂപത്തിലുള്ള പല ആപ്പുകളും ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രധാന ഐഡിയ എന്ന് പറയാനുള്ളത്, അവരൊക്കെ ബോയ്സിനെ വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വോയിസ് സംസാരിച്ചാൽ മാത്രമാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുക, ഗേളാണോ ബോയ് ആണോ തിരിയാനുള്ളത്. ദെൻ ഒരു ഗേളിന് പലതിലും ഫ്രീ ആക്സസ് നൽകും. എന്നിട്ട് അവർക്ക് അതിൽ കോൾ ചെയ്താൽ, വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും. പൈസ ചിലപ്പം ഫസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് റോസാപ്പൂവ്, അല്ലെങ്കിൽ സ്റ്റാർ, അല്ലെങ്കിൽ ട്രോഫി എന്നിങ്ങനെ ബാഡ്ജുകൾ പല രീതിയിലാണ്. ബോയ്സ് എന്ത് ചെയ്യും, ഇതിൽ റീചാർജ് ചെയ്യുക. ഈ ആപ്പിൽ പല ആപ്പിൽ റീചാർജ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പം ആണെങ്കിലും ആരാണെങ്കിലും കോൾ ചെയ്യാം. ഗേൾ തന്നെ ആയിരിക്കും എടുക്കുക. ഗേൾ എടുത്തു കഴിഞ്ഞാൽ അവർ സംസാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ, ബോയ്സിൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അവർ സംസാരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗേൾ സംസാരിക്കുന്നത് നിങ്ങളോട് ഒരാളോട് മാത്രമല്ല അഥവാ
അവർ ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്, എത്ര കോയിൻ ഉണ്ട്, എത്ര റോസാപ്പൂ ഉണ്ട് നോക്കിയിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് പൈസയാണ്. അവർ പൈസ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ ഇത്തരം ഡേറ്റിംഗ് ആപ്സ് കൊണ്ട് ഞാൻ 100% ഷുവർ പറയാം, അഥവാ ഇതൊന്നും സക്സസ്സിലേക്ക് എത്താൻ പോകുന്നില്ല. 1% എത്തിയാൽ പോലും ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പുറത്തൊരു വൻ ചതിക്കുഴികളിലേക്കാണ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ബോയ്സിൻ്റെ പൈസ നഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ സമയം നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നിങ്ങനെ തുടങ്ങി ഇപ്പം ഫേക്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ത്രെഡ്സ് എന്നുള്ള ആപ്പ് ഉണ്ട്. ത്രെഡ്സ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗം ടീനേജേഴ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്കും കിട്ടുന്നത്, അഥവാ സജഷൻസ് ആയിട്ട് വരിക ഒരുപാട് ഗേൾസിൻ്റെ ഫോട്ടോസാണ്. ഫോട്ടോസിനൊപ്പം തന്നെ അവരുടെ ലൊക്കേഷൻ, അവരുടെ ഏജ്, ചിലപ്പം പഠിക്കുന്ന കോളേജ് അല്ലെങ്കിൽ സ്കൂള് വിവരങ്ങളൊക്കെ ആയിരിക്കും. ഇത് മനസ്സിലാക്കേണ്ടത്, അതിനിടയിൽ ഒന്നും അറിയാത്ത പാവങ്ങൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് വരേണ്ടത്, എവിടെയാണ് കാണാൻ പോവുക, ഏതാണ് നല്ല സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട് പല അഭിപ്രായങ്ങളുണ്ട്. ഏത് കഫേയിലാണ് വരേണ്ടതെന്ന് പറയുന്നത് ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്, സത്യാവസ്ഥ പറഞ്ഞാൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പം ഗേൾസും ഉണ്ട്, അല്ലെങ്കിൽ ബോയ്സ് തന്നെയാണ് ഇത്തരം അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അഥവാ അതിൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ടുകളായിരിക്കും അർത്ഥം. അത് മനസ്സിലാക്കാനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് അതിൻ്റെ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ ഏത് മാസമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, മാസം ഇയറും കാണാൻ കഴിയും. അതോടൊപ്പം യൂസർ നെയിം എത്ര തവണ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇതൊക്കെ ഇവർ കൊടുക്കുന്നത്, അഥവാ ഈ ഒരു സോഷ്യൽ മീഡിയ കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ അവബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. യൂസർ നെയിം ഒരു നോർമലി ഒന്നറിയാത്ത ഒരു നോർമൽ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലൊന്നും ചേഞ്ച് ചെയ്യൂല. ഇനി കുറച്ച് ഡീപ്പിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ മേ ബി 2-3 തവണ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ ഫേക്ക് അക്കൗണ്ടുകൾ ഭൂരിഭാഗവും അവർ ഞാൻ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനത്തിൽ, അഥവാ ഡീപ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർ മനസ്സിലാക്കുമ്പം യൂസർ നെയിം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് 6 തവണ 7 തവണ തുടങ്ങി 19 തവണ ചേഞ്ച് ചെയ്ത അക്കൗണ്ടുകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ മനസ്സിലാക്കേണ്ടത് അതൊക്കെ പക്കാ ഫേക്ക് അക്കൗണ്ടാണ്. അവരൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇപ്പം ജോയിൻ ചെയ്ത ടൈം, അതൊക്കെ ഇവർ പബ്ലിക്കലി ഈ സോഷ്യൽ മീഡിയ നമുക്ക് നൽകുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഇപ്പം ഗേൾസിൻ്റെ ഭൂരിഭാഗം ഉണ്ട്, പക്ഷേ ഭൂരിഭാഗവും ഈ ഒരു മാസം അഥവാ ഒരു 10 ദിവസത്തിനിടയിൽ അല്ലെങ്കിൽ 20 ദിവസത്തിനിടയിൽ തുടങ്ങിയ ഒരു അക്കൗണ്ട്, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ തുടങ്ങിയ അക്കൗണ്ടിൽ ഒരു ഗേള് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ആ ഗേളിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക്കിലുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഇടുന്നതിൻ്റെ ശതമാനം നമ്മൾ ജസ്റ്റ് നോർമലി നമ്മൾ ആലോചിക്കുക. അഥവാ ഒരു ബോയ്ക്ക് പൂർണ്ണമായിട്ടും പറയല്ല, കുറഞ്ഞതുണ്ട്, എന്നാൽ പോലും ഒരു ബോയ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ മുന്നിൽ ചെയ്യുന്നത്. ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്, അഥവാ ത്രെഡ്സിൻ്റെ കാര്യം. ഇനി സ്നാപ്ചാറ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ഓരോ മേഖലയിലും നിലവിൽ ഓരോ മേഖലയിലും ട്രൈ ചെയ്യുന്നുണ്ട്. സ്നാപ്ചാറ്റിൻ്റെ കാര്യത്തിൽ ലൊക്കേഷൻ ബേസിലുള്ള ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്ന സിസ്റ്റം, അതേപോലെ സ്നാപ്പ് അയച്ചു കൊടുക്കുന്ന സമയത്ത് സ്നാപ്പിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് പറയാനുള്ളത് അതിൽ 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഡെയിലി സ്ട്രീക്ക് എന്നുള്ള രീതിയിൽ, അഥവാ നമ്മൾ ഓരോ ദിവസവും സ്നാപ്പും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ കൂടും. ഇപ്പോഴും ഉണ്ട്, കുറച്ച് മുന്നേ വരെ ഒരു ട്രെൻഡായിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്കൂളിലും കോളേജിലൊക്കെ നിലവിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ അതിൽ വലിയ പോയിന്റ് കിട്ടുന്നത് വലിയ ആളാവാൻ മീൻസ് സ്വന്തമായിട്ടൊരു നമ്മൾ നേരത്തെ പറഞ്ഞ ഡോപ്പമൈൻ കിട്ടിയിട്ട് ഒരു അനുഭൂതി കിട്ടുന്ന അവസ്ഥയാണ്. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്, അഥവാ അതുകൊണ്ടൊന്നും എവിടെ എത്താൻ പോകുന്നില്ല. യാഥാർത്ഥ്യം അതാണ്. അഥവാ നമ്മൾ ഓരോ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യും, അതിന് കുറച്ച് പോയിന്റുകൾ കിട്ടും. അഥവാ ഏതെങ്കിലും ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ അത് 0യിലേക്കോ അല്ലെങ്കിൽ ഒരു റീസെറ്റ് ആവുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യുന്ന സംവിധാനത്തിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യത്തിൽ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അഥവാ കുറേ നിബന്ധനകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന പല ആളുകളും ഉണ്ട്. എന്നാൽ ടെലഗ്രാം ബോട്ടുകൾ യൂസർ നെയിം അടിച്ചു കഴിഞ്ഞാൽ സ്നാപ്ചാറ്റിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ടെലഗ്രാം ബോട്ടുകളുണ്ട്. പല ടൂളുകളുണ്ട്, നിലവിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ കേസിലുണ്ട്. എല്ലാത്തിനെയും ഒരു പരിധിക്ക് അപ്പുറം അല്ലെങ്കിൽ പോലും എന്തൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ, ഒരു സോഷ്യൽ മീഡിയനെ ഏതെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമോ, അതൊക്കെ ചെയ്യാൻ ഒരുപാട് ടൂളുകളുണ്ട്.
അപ്പം അതൊക്കെ മനസ്സിലാക്കുക. കാരണം നമ്മൾ കാണുന്ന വെറും സ്നാപ്ചാറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നില്ല എന്നർത്ഥം. പിന്നെ ഇനി നമ്മൾ സ്നാപ്ചാറ്റിന് അതേപോലെ ഡാർക്ക് വെബിൻ്റെ അല്ലെങ്കിൽ റെഡിറ്റിനൊക്കെ പറയും പോലെ ഡാർക്ക് വെബിൻ്റെ ചെറിയൊരു ഭാഗമായിട്ടൊക്കെ പല സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിട്ടുള്ള പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ നോർമലി യൂസ് ചെയ്യുന്നതിനപ്പുറം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ യൂട്യൂബിൻ്റെ കേസിലേക്ക് വരാം. ഏത് മേഖല പരിശോധിച്ച് കഴിഞ്ഞാലും അതിന് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വാട്സപ്പിൻ്റെ കേസിൽ വാട്സപ്പിന് ഡീപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് നിലവിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ DP ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും അതിൽ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുക. അവിടെ നമുക്ക് DP ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ആയ മെസ്സേജുകൾ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിലവിൽ അവൈലബിൾ ആണ്. അതുപോലെ GB വാട്സപ്പും കാര്യങ്ങളൊന്നും നിലവിൽ ബാൻ ആയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നിലവിൽ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം ഇത് അറിയുന്ന ആളുകൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാം. പിന്നെ യൂട്യൂബിൻ്റെ കേസിൽ യൂട്യൂബ് പൈസ കൊടുക്കുന്നുണ്ട് ലൈവും കാര്യങ്ങളും. ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും യൂട്യൂബ് വ്യൂസിനും പിന്നെ എത്ര ആക്റ്റീവ് ആണെന്നതിനനുസരിച്ച് പൈസ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അവിടെ ഓരോ ദിവസവും കേരളത്തിൽ രാത്രി സമയങ്ങളിൽ മെയിനായിട്ട് 8 മണി അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം സ്ത്രീകൾ ലൈവിൽ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കോലത്തിലും വേഷത്തിലായിരിക്കും. എന്നാൽ പോലും മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ നല്ല രീതിയിലാണ്, ചില ആളുകൾ മോശമായിട്ടുള്ള രീതിയിലുണ്ട്. ഈവൻ രണ്ടാണെങ്കിൽ പോലും അവർ ചെയ്യുന്നത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടിട്ട് ഈ വലിയ ആളുകൾ, ബോയ്സ് ആവാം, കുട്ടികളാവാം, വലിയ ആളുകളാവാം, ആരാണെങ്കിലും അവരവരുടെ സമയം, അവർ രാത്രിയിൽ കടന്നുറങ്ങാനുള്ള ടൈം അവർ നഷ്ടപ്പെടുത്താണ്. ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ടൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുന്ന, നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിന്റെ കേസിൽ രാത്രി സമയങ്ങളിൽ വീട്ടിൽ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഭൂരിഭാഗം ഗേൾസ് അല്ലെങ്കിൽ വലിയ അമ്മമാര്, വലിയ ആൾക്കാരൊക്കെ വരുന്നത്. രാത്രി സമയങ്ങളിൽ വന്നിട്ട് വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താ ലൈക്ക് ചെയ്താൽ ജസ്റ്റ് ഒരു ലൈക്ക് അല്ലേ, അങ്ങനെയല്ല ഇങ്ങനെയല്ലേ, കുറേ വർത്താനായിരിക്കും. ഇതൊക്കെ കാണുന്ന മലയാളികളും ഇതൊക്കെ കൂടി വരികയാണ്. സംഗതി ആളുകൾ ഇതിനോട് അഡിക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഈ വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ്. മാത്രമല്ല ഇന്നലെ പോലും ഈ ഒരു വീഡിയോക്ക് 5-6 മണിക്കൂർ ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് ഈ ഒരു വീഡിയോ. ഇത് റീടേക്ക് ആണ്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അഥവാ ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയൻ്റെ എല്ലാ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഒരുപാട് ഡീപ്പായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു മേഖല എന്ന് പറയാനുള്ളതാണ്, നമ്മൾ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ അഡിക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ ഉള്ളതാണെങ്കിൽ ഒരാൾ പേഴ്സണലായിട്ട് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. ഈ സിനിമകളും എല്ലാം തന്നെയാണ് ഒരു മെയിനായിട്ടുള്ള കാരണങ്ങൾ. അതിൽ നിന്നൊക്കെ ഫോൺ അഡിക്ഷനിലേക്കും ഈ രാത്രി സമയങ്ങളിലുള്ള മൊബൈൽ യൂസേജ്, ഒറ്റക്കുള്ള മൊബൈൽ യൂസേജ്, കിടന്നുറങ്ങുന്ന സമയത്തുള്ള മൊബൈൽ യൂസേജ് ആണ് പ്രധാന കാരണം എന്ന് പല ഗവേഷണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന മെൻ്റലി ഉള്ള പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിലവിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ബാക്കിയുള്ള ജനങ്ങളോ അല്ലെങ്കിൽ ഭൂരിഭാഗം മലയാളത്തിലൊന്നും കൂടുതൽ ഇത്തരം വീഡിയോസ് കാണാറില്ല. ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ പോലും മറ്റ് ലാംഗ്വേജുകളിൽ ഉണ്ടെങ്കിൽ പോലും മലയാളത്തിൽ കാണാറില്ല. പിന്നെ നിലവിൽ 2 ദിവസം മുന്നേ കുറഞ്ഞ ആളുകളൊക്കെ ഇതിനെ സംസാരിച്ച് വരുന്നുണ്ട്. ഇത് 2 ദിവസം മുന്നേ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇതിനെ പറ്റി കണ്ട സമയത്ത്, ഓണേഷനായിട്ട് കണ്ട സമയത്ത് അതിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ അടുത്ത കാലത്ത് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ ആ ഒരു വീഡിയോ ആണ്. അത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിലവിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ പ്രശ്നം കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം സോഷ്യൽ മീഡിയ അത്രത്തോളം അഡിക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ രക്ഷിതാക്കളുണ്ടാവും, ചിലപ്പോൾ വിദ്യാർത്ഥികളുണ്ടാവും, ചിലപ്പോൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കൾ എന്നുള്ള നിലക്കാണെങ്കിൽ അവരോട് പറയാനുള്ളത്, സ്വന്തം മക്കളെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ അവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അവർ പഠിക്കുകയാണ് എന്ന് പറയുന്നതിനപ്പുറം
അവരുടെ മൊബൈൽ ഫോണൊക്കെ നല്ല രീതിയിൽ ഒപ്പം നിന്നിട്ട് നോക്കുക. ഒപ്പം നിൽക്കാതെ എന്തെല്ലോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവും. പകരം ഒപ്പം നിന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക, എന്തൊക്കെ കാണണം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. രക്ഷിതാക്കൾക്ക് എത്രത്തോളം അറിയുന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ പോലും മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ അവയർനെസ് ഉണ്ടാവാൻ ശ്രമിക്കുക. പിന്നെ എനിക്കിപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടാവും, ചെറിയ കുട്ടികളൊക്കെ കാണുന്നുണ്ടാവും, ചിലപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടാവും, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടാവും. അവരോട് പറയാനുള്ളത്, നിങ്ങളെ ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തിനുള്ള ഫ്രീഡം ഉണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേൾഡിൽ ആരോടാണെങ്കിലും ചാറ്റ് ചെയ്യാനാണെങ്കിലും ഷെയർ ചെയ്യാനാണെങ്കിലും, ഈവൻ ഒരുപാട് ആളുകൾ നിലവിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മോർഫഡ് ആയിട്ടുള്ള ഫോട്ടോസ് വരെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യാവസ്ഥ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഫ്രണ്ട് നമ്മളെ വളരെയധികം അടുത്തറിഞ്ഞിട്ട് ഒരു ഫോട്ടോ അല്ലെങ്കിൽ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അത് 100% ഗ്യാരണ്ടി ഉള്ള കാര്യങ്ങളാണ്. അഥവാ മനസ്സിലാക്കേണ്ടത്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതിന് ചിലപ്പോൾ എന്തുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ ഭാവി കാലത്ത് ഉണ്ടാവാതിരിക്കാം. ആ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കെതിരെ തിരിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ എത്രയോ നല്ലതാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മാക്സിമം കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക. അഥവാ ഓൾക്ക് അല്ലെങ്കിൽ അവന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ടൂർ പോകുന്നുണ്ട്, അവർ ട്രിപ്പ് എല്ലായിടത്തും ചുറ്റിക്കറങ്ങുന്നുണ്ട്, പല സ്ഥലത്തും പോകുന്നുണ്ട്, ബീച്ചിൽ പോകുന്നുണ്ട്, കഫേയിലൊക്കെ പോയിരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ ഫുൾ ടൈം വീട്ടിലിരിക്കണമെന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കിയുള്ള മൊബൈൽ ഫോണിനപ്പുറത്ത് സോഷ്യലി നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. പിന്നുള്ളത്, ഒരാൾ 3 ദിവസം മൊബൈൽ ഫോൺ എടുത്തു വെക്കാൻ കഴിഞ്ഞാൽ, അത് ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ അവരുടെ മെൻ്റലി ആയിട്ടുള്ളതും ലൈഫായിട്ടുള്ള ഒരുപാട് വലിയ മാറ്റങ്ങൾ അവരുടെ മൈൻഡിൽ ഉണ്ടാവും എന്നുള്ളത്, അവരുടെ പഠനത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലും, ജോലിയിലാണെങ്കിലും എല്ലാത്തിനും ഫോക്കസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും എന്നുള്ളത് നിലവിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സയൻസ് പരമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 3 ദിവസം മൊത്തത്തിൽ മാറ്റിയാക്കാൻ എന്തായാലും കഴിയുന്ന കാര്യമാണോന്ന് അറിയില്ല. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഉറങ്ങുന്ന സമയത്ത് മാക്സിമം കുറച്ച് നേരത്തെങ്കിലും മൊബൈൽ ഫോൺ കുറക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ ചെറിയ ഫ്രണ്ട്സിന്, ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് കാണുന്ന സമയത്ത് കാഷ്വലായിട്ട് വർത്താനം പറയുമ്പോൾ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ഭൂരിഭാഗവും നിലവിൽ 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള വിദ്യാർത്ഥികളൊക്കെ കടന്നിറങ്ങുന്നത്, വലിയ ആൾക്കാരുടെ കാര്യം പോട്ടെ, അതിൻ്റെ താഴെയുള്ള വിദ്യാർത്ഥികൾ അടക്കം കടന്നിറങ്ങുന്നത് 12 മണി 1 മണി 2 മണി 3 മണിയൊക്കെയാണ്. വീട്ടിൽ രക്ഷിതാക്കൾ കടന്നിറങ്ങിയിട്ടുണ്ടാവും, മക്കൾ മൊബൈൽ ഫോൺ കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് മക്കളെ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരുടെ കാര്യത്തിലും നിയന്ത്രണങ്ങളൊക്കെ വരുത്തുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് ട്രൈ ചെയ്യും, അഥവാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വേണ്ടി ശ്രമിക്കണം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്. പിന്നെ ഉള്ളത്, നിലവിൽ നമുക്ക് ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അഥവാ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഥവാ ഗൂഗിളിൻ്റെ തന്നെ പേരൻ്റൽ കൺട്രോളിംഗ് എന്നുള്ള ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരോട് പറഞ്ഞിട്ട് തന്നെ സെറ്റ് ചെയ്യുക. അവരുടെ ടോട്ടൽ ടൈമും സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മൊബൈലിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്നുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എടുത്താൽ കാണാൻ കഴിയും. ജസ്റ്റ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ട ആൾക്കാർക്ക് ഇത്തരം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ച് കൊണ്ടുവരാം. ഒറ്റയടിക്ക് ഫോൺ യൂസ് ചെയ്യരുതെന്നും പറയുന്നതിലൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. ഇന്നത്തെ 2K കിഡ്സ് എന്തായാലും കേൾക്കാൻ പോകുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പുതിയ ട്രെൻഡും കാര്യങ്ങളും, ഇപ്പം ഇൻസ്റ്റയിൽ ഇറങ്ങുന്ന ട്രെൻഡൊന്നും അറിഞ്ഞിരിക്കലല്ല ശരിക്കുള്ള റിയൽ ലൈഫിൻ്റെ എക്സാമ്പിൾ എന്നുള്ളത് മനസ്സിലാക്കുക. പല ട്രെൻഡും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ചിലപ്പോൾ സോങ് ആയിരിക്കും, ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കും, ചിലപ്പോൾ സിനിമേൻ്റെ പാർട്ടുകളായിരിക്കും, എന്തോ ആവാം. അതൊന്നല്ല റിയൽ ലൈഫിൽ ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു മാറ്റാനുള്ള വഴികളിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, അതിൻ്റെ ഒക്കെ ഡീപ്പിലേക്ക്, ഓരോ സാധനങ്ങളെയും ഡീപ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ആദ്യമൊക്കെ ഞാൻ വിശ്വസിച്ച് വന്നത്
ഈ ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേര്, ഫോട്ടോസ്, കാര്യങ്ങളൊക്കെ ഈവൻ ഗൂഗിൾ സെർച്ച് ചെയ്താൽ വരെ എൻ്റെ ഫോട്ടോസ്, വിവരങ്ങളൊക്കെ ഇപ്പം കുറച്ചേ കിട്ടുള്ളൂ. ആദ്യം ഒരുപാട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ ഞാനായിട്ട് അതൊക്കെ ഹൈഡ് ചെയ്ത് ഒഴിവാക്കി വന്ന് ഇപ്പം നിലവിൽ ഭൂരിഭാഗം ഒരു നിക് നെയിമിലേക്ക് മറ്റൊരു പേരിൽ ജസ്റ്റ് നോർമലി അല്ലാത്ത രീതിയിൽ ഒരു കവറിങ് ചെയ്തിട്ടുള്ള ഒരു അവതാരമാണ് നിലവിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഉള്ളത്. അപ്പോൾ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പേടി വന്നിട്ട് ഇതൊക്കെ എടുത്ത് ഒഴിവാക്കി പോവുക എന്നുള്ളതിനപ്പുറം മാക്സിമം ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളിൽ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ദെൻ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് മാക്സിമം ഷെയർ ചെയ്യുന്നത് കുറയ്ക്കുക. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഷെയർ ചെയ്യുന്നതിനെ പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇപ്പം പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മുഴുവൻ കാണുന്ന ആളുകൾ കുറവായിരിക്കും. വീഡിയോ കാണുന്ന ആളുകളിൽ തന്നെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, ഇന്നത്തെ കാലത്ത് ആർക്കാ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറ്റാതിരിക്കാന്നാണ് ഒരുപാട് ആളുകളുടെ ചോദ്യം. അതൊക്കെ മനസ്സിലാക്കേണ്ടത് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫേസ് കാണിക്കുന്ന ഫോട്ടോസ് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അഥവാ ഷെയർ ചെയ്യുന്നത് നിർത്താൻ കഴിയാത്ത ആളുകൾ അവരുടെ ഫേസ് കാണിക്കുന്ന ഫോട്ടോസുകൾ ഒഴിവാക്കുക. മാക്സിമം ആദ്യമൊക്കെ ഒഴിവാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒപ്പം ഒറ്റയ്ക്കുള്ള ഫോട്ടോസ് മാക്സിമം ഒഴിവാക്കുക. കുറച്ച് ആൾക്കാരൊപ്പമുള്ള ഫോട്ടോസ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും ഈ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഒറ്റയ്ക്കുള്ള ഫോട്ടോ ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഈ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഏതുതരം ഫോട്ടോസ് കിട്ടിയാലും ഉപകരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യാം. പിന്നെ ഇത്തരം ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഡിജിറ്റൽ ഡാറ്റാസ് സോഷ്യൽ മീഡിയക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ US അവിടെ ഒരു കണ്ണട ഗ്ലാസ് കണ്ടുപിടിച്ചത്. ആ ഗ്ലാസ്സിൽ നമ്മൾ സ്ട്രീറ്റിൽ കൂടി നടക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെ ഫേസ് കാണുമ്പോൾ തന്നെ അവരുടെ വിവരങ്ങൾ, അവരുടെ ഏജ്, അവരുടെ അഡ്രസ്സ് തുടങ്ങി വീട്ടു വിവരങ്ങൾ മൊത്തം നമുക്ക് കണ്ണടയിൽ കൂടി കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ സംസാരിച്ചാൽ മതി. അഥവാ ഒരു സംസാരിക്കുന്നതിൻ്റെ മുന്നേ ഈ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതൊക്കെ നിലവിലുള്ള ടെക്നോളജികളാണ്. അപ്പം അതൊക്കെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ തൊട്ട് മുന്നിൽ വരുന്ന ആൾക്ക് നമ്മളെ പറ്റിയിട്ട് എല്ലാ വിവരങ്ങളും കിട്ടാണ്. കുറച്ചും കൂടി അപ്പുറത്തെത്തുമ്പം നമ്മൾ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാം. അത് അത്രത്തോളം പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾക്കപ്പുറത്ത് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി, പല കണ്ടുപിടുത്തങ്ങളും, പിന്നെ IoT എല്ലാവിധ മേഖലയിലും ഞാനിപ്പം പഠിക്കുന്നതും ഗവേഷണമായിട്ടോ അല്ലെങ്കിൽ റിസർച്ചായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപകരിക്കുന്നതും ഒരുപാട് ടെക്നോളജികൾ ദിനംപ്രതി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇത്തരം അവയർനെസ് ഇല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഇതിന് അടിമപ്പെട്ടു പോകും. അപ്പോൾ ഈ അടിമപ്പെടുന്നതിനെ ഡീകോഡിങ് ടു റിയാലിറ്റി എന്നുള്ള രീതിയിൽ റിയാലിറ്റിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് രാത്രി ഒഴിവാക്കുക, രാത്രി മാക്സിമം കുറക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുക, അഥവാ തീരെ ഫോൺ യൂസ് ചെയ്യാത്തൊരു ടൈം നമ്മൾ ഡെയിലി ലൈഫിൽ ഏതെങ്കിലും ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ എക്സാമ്പിൾ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്താണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണാതിരിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഒന്നും കൂടി ഫാമിലിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മൾ പഴയ രീതിയിലേക്ക് വരേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത്, ഫ്രണ്ട്സിനൊപ്പം പോകുന്ന സമയത്ത്, ഫ്രണ്ട്സിനൊപ്പം ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഓൺ ദ സ്പോട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് നിർത്തുക. പകരം ഫോട്ടോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാതെ നിൽക്കൽ, അഥവാ ഷെയർ ചെയ്യുന്നത് നിർത്താൻ പറ്റാത്ത ആൾക്കാർ ഫോട്ടോസ് എടുക്കുക. നൈറ്റോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ പോസ്റ്റ് ഇട്ടോളി. പറയാനുള്ള കാരണം, ഓൺ ദ സ്പോട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് സ്നാപ്ചാറ്റിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്നുള്ളതാണ്, ഓൺ ദ സ്പോട്ടാണ് കൂടുതൽ ആളുകളും ഫോട്ടോസ് എടുക്കുന്നു, നേരെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് സ്നാപ്ചാറ്റിന് ഓൾറെഡി അറിയാം. അതിന് പുറമെ ഈ ചുറ്റിലുള്ള ആൾക്കാർക്കും കൂടി മനസ്സിലാവുകയാണ് നിങ്ങൾ ഇന്ന സ്ഥലത്താണുള്ളത്, നിങ്ങൾക്ക് ഇന്ന ഫുഡാണ് ഇഷ്ടം. ഒരർത്ഥത്തിന് ആലോചിച്ചാൽ നമ്മൾ നോർമലി ഒറ്റയടിക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മളെ പറ്റിയിട്ട് നല്ല കാര്യങ്ങളല്ലേ അവർക്ക് തിരിയുന്നത്. എന്നാൽ ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരാൾക്കും കിട്ടുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കാം. അവർക്ക് കിട്ടാനൊരു പ്രയാസം ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം എല്ലാ മേഖലയിലും, ഇപ്പം സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം വീട്ടിലുള്ള വലിയ ആളുകൾക്ക് കൂടുതൽ അവയർനെസ് കുറവായിരിക്കും. അപ്പോൾ അവരുടെ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പം മക്കൾ ഗെയിമും കാര്യങ്ങളൊക്കെ
യൂസ് ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കണക്റ്റ് ആക്കും. ദെൻ നമ്മൾ അക്കൗണ്ടിലുള്ള രക്ഷിതാക്കൾ മുഴുവൻ പൈസയും കാര്യങ്ങളൊക്കെ അതിലൂടെ നഷ്ടപ്പെടും. അതൊന്നും രക്ഷിതാക്കൾ ചിലപ്പോൾ അറിയില്ല. പിന്നെ പോരാത്തതിന് പല പേരിലും പല രീതിയിലുള്ള പുതിയ രീതിയിലുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ വീഡിയോ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് മേഖലകൾ ചർച്ച ചെയ്യാനുണ്ട്. ഇത് തീരൂല, കാരണം അത്രത്തോളം മേഖലകൾ നിലവിൽ പല രീതിയിൽ. ഇപ്പോൾ ഈവൻ ഞാനിപ്പം അഥവാ സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന രീതികളും അഥവാ ഫിഷിങ്ങിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ആ രീതിയിൽ ഓരോരുത്തരെയും പറ്റിക്കപ്പെടുന്നത് പലതായ രീതിയിലാണ്. കോളേജുകൾ വിദ്യാർത്ഥികളെ പറ്റിക്കപ്പെടുന്നത് അവരുടേതായ രീതികളിലാണ്. നിലവിൽ തുടങ്ങി എല്ലാ മേഖലയിലും ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം അവയർനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. മാത്രമല്ല യൂട്യൂബിൽ ഇത്തരം വീഡിയോകൾ ഞാനിതുവരെ ചെയ്തിട്ടില്ല. ജസ്റ്റ് 1-2 വീഡിയോസ് മാത്രമാണ്. അപ്പം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു പുതിയ ചാനലിലാണിത് ഇടുന്നത്, അപ്പോൾ ഇട്ടിട്ടുള്ളത്. നമ്മളെന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങളും കൂടി നോക്കുക. അഥവാ ചാനൽ എൻഗേജറും കാര്യങ്ങളൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ മാക്സിമം എനിക്ക് ഇതൊരു മോണിറ്റൈസേഷൻ ഉണ്ടാക്കുന്നതിനപ്പുറം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ നോർമലി ചിന്തയിലേക്ക് അതൊക്കെ വരുമെങ്കിൽ പോലും ഇത്തരം ടെക്നോളജികൾ ബാക്കിയുള്ളവരോട് അറിയാമെന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം എന്നുള്ളത് അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മാക്സിമം എന്ത് ചെയ്യാം, ഇത് ബാക്കിയുള്ള ആളുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കാം, ഷെയർ ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് പറയാനുള്ള കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഈ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം ഉണ്ടാവുക. എന്നാൽ മാത്രമേ ബാക്കിയുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പം എല്ലാവരും ഫുൾ സപ്പോർട്ടും കാര്യങ്ങളോടുകൂടി നമുക്ക് നെക്സ്റ്റ് പാർട്ടും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇനിയും. അപ്പം ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആവശ്യങ്ങൾ പരിഗണിച്ചിട്ട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പരിഗണിക്കാം. ഈ വീഡിയോയിൽ പ്രശ്നങ്ങളുണ്ടാവും, നോർമലി ഫസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ എല്ലാവിധ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.